ഹലോ ഫ്രണ്ട്സ്, സിമ്പിൾ സ്റ്റഫ് വിത്ത് വൈഷൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഡ്രസ്സിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഞാനിവിടെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് 2022 ആണ്. അപ്പോൾ ഈ ഒരു സാമ്പിളായിട്ടുള്ളൊരു പിക്ചർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിക്ചർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഓബ്ജക്റ്റ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലാസോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മോഡിൽ ലാസോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ ഏരിയ അങ്ങ് സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് ഡ്രസ്സിൻ്റെ കളറാണല്ലോ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഡ്രസ്സിൻ്റെ ഏരിയ മാത്രം അങ്ങ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് വേണമെന്നില്ല, വേറെ ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാലും ഇത് സെലക്ഷൻ ടൂൾ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ ഡ്രസ്സിൻ്റെ ഭാഗം സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ് ഈ ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാൽ. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി ആ ഡ്രസ്സിൻ്റെ ഏരിയ മാത്രം സെലക്ട് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഡ്രസ്സിൻ്റെ ഏരിയ മാത്രം സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഇമേജ് പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പോയിട്ട് ഡീസാച്ചുറേറ്റ് കൊടുക്കും. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കുറച്ചും കൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അതിനുശേഷം അപ്പം ഈ ഒരു രീതിയിൽ വന്നല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലേയേഴ്സ് പോവാം. ലേയേഴ്സ് പോവാം. ഓക്കെ, അതിനുശേഷം ഇവിടെ സോളിഡ് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കും. അതിനുശേഷം ഇവിടെ നോർമൽ കൈൻഡ് എഴുതിയിട്ടുണ്ടോ, അതിൻ്റെ തൊട്ട താഴെ നോർമൽ എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഇതെല്ലാം ലേയേഴ്സിൻ്റെ അണ്ടർ തന്നെ വരുന്നത്. ഓക്കെ, നോർമൽ മാറ്റിയിട്ട് നമുക്ക് കളർ കൊടുക്കാം. ഓക്കെ, കളർ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ തിരഞ്ഞെടുക്കാം. നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കളർ നോക്കിക്കോളും. ഡ്രസ്സിൻ്റെ കളർ ആ ഒരു പാറ്റേൺ നമ്മൾ വേറൊന്നും പ്രത്യേകിച്ച് ഫെദറോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ ഈ ഒരു പിക്ചറിന്. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ആ ഒരു കളർ നമുക്ക് പെട്ടെന്ന് ഏകദേശം ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ബാക്ക്ഗ്രൗണ്ട് ഇതും തമ്മിലുള്ളൊരു പ്രശ്നം ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഫെദർ കൊടുക്കുക, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫെദറൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ഓക്കെ, കളർ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന കളർ അതിന് കണക്കായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഡാർക്ക് കൊടുക്കാം. കാരണം പിക്ചറിന് കണക്കായിട്ടാണ്, നമ്മൾ പിക്ചറിന് ആ ഒരു പാറ്റേണിന് കണക്കായിട്ട് നമ്മൾ ഏകദേശം ഡാർക്കും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് PNG അല്ലെങ്കിൽ എക്സ്പോർട്ട് ആസ് JPG എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.